എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയശ്രീ കിഷോർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പല വ്യക്തികളെയും ബഹുമാനിക്കുന്നുണ്ട് അല്ലേ? അവരെ കാണുമ്പോഴേക്കും വളരെ ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ നിൽക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നില്ലേ? എത്രയോ ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ സത്യത്തിൽ നമ്മൾ ആ വ്യക്തിയെയാണോ ആരാധിക്കുന്നതും ബഹുമാനിക്കുന്നതും, അതോ അദ്ദേഹത്തിൻ്റെ അധികാരത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂണിഫോമിനെയോ അങ്ങനെയുള്ള എന്തിനെങ്കിലും ആണോ നമ്മൾ ആരാധിക്കുന്നത്? അതാണ് ഇന്നത്തെ കഥയുടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ. അതിനെക്കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ശില്പി ഉണ്ടായിരുന്നു. ശില്പി നല്ല മനോഹരമായ വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. നല്ല നല്ല വിഗ്രഹങ്ങൾ, ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കും, മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം ഉണ്ടാക്കും, എന്തിന് പള്ളിയിലേക്ക് വേണ്ട മാതാവിൻ്റെ വിഗ്രഹം ഉണ്ടാക്കും, യേശുക്രിസ്തുവിൻ്റെ വിഗ്രഹം ഉണ്ടാക്കും. അങ്ങനെ പല വിധത്തിലുള്ള വിഗ്രഹങ്ങളും ഈ ശില്പി ഉണ്ടാക്കും. ഈ ശില്പി ഈ വിഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഇത് ഒരു കഴുതയുടെ പുറത്ത് വെച്ചിട്ടാണ് ശില്പി ഓരോ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക. പണ്ടത്തെ കാലമാണല്ലോ, അപ്പോൾ നമുക്ക് അത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ശില്പിയുടെ ഒരു കഴുതയുണ്ട്. ഈ കഴുതയുടെ പുറത്ത് ഈ വിഗ്രഹത്തെ വെച്ചിട്ട് ഈ വിഗ്രഹം റോട്ടിൽ കൂടെ അങ്ങനെ നടന്ന് അദ്ദേഹം അത് പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ വീടുകളിലേക്കോ എവിടേക്കാണെങ്കിലും ആ വിഗ്രഹങ്ങളെ എത്തിച്ചു കൊടുക്കും. അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കഴുതയുടെ ജോലി എന്താ? ഈ മനോഹരമായ വിഗ്രഹങ്ങൾ ചുമക്കുക എന്നുള്ളതാണ് കഴുതയുടെ ജോലി. അങ്ങനെ ഈ കഴുതയും കൊണ്ട് പോകുന്ന സമയത്ത് പക്ഷെ വഴിവക്കിലെ ആൾക്കാരൊക്കെ ഈ കഴുതയുടെ പുറത്തിരിക്കുന്ന വിഗ്രഹം കാണുമ്പോൾ, ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ ദേവിയുടെ വിഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ ഉണ്ണിയേശുവിൻ്റെ വിഗ്രഹമായിരിക്കും, എന്തോ ആയിക്കോട്ടെ, ഏത് വിഗ്രഹം കാണുമ്പോഴും ആൾക്കാരെന്ത് ചെയ്യും? വളരെ ഭക്തിയോട് കൂടിയിട്ട് ഒന്നുകിൽ തൊഴും, അല്ലെങ്കിൽ ഇങ്ങനെയാക്കും, അങ്ങനെയൊക്കെ അവർ പെരുമാറും. ഈ കഴുതയെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ശരീരം തൊട്ട് തലയിൽ വയ്ക്കും. ഇതൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴുതയ്ക്ക് തോന്നാൻ തുടങ്ങി, ഓഹോ, ഇവർക്കൊക്കെ എന്നോട് എന്തൊരു ബഹുമാനമാണ്, കണ്ടില്ലേ, ഇവർക്കൊക്കെ എന്നോട് എന്ത് സ്നേഹമാണ്, ആൾക്കാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ, അപ്പോൾ ഞാൻ അത്ര മോശക്കാരനല്ലല്ലോ, ഞാൻ വലിയ കേമനല്ലേ എന്ന് കഴുതയ്ക്ക് തോന്നാൻ തുടങ്ങി. കഴുതയ്ക്ക് തോന്നാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായി? കഴുതയുടെ പെരുമാറ്റത്തിലും ഈ പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങി. കഴുത എന്ത് ചെയ്യും? എന്തെങ്കിലും ഈ യജമാൻ പറയുന്നത് കേൾക്കില്ല, അല്ലെങ്കിൽ വിഗ്രഹം ഇടുമ്പോൾ ഒരു കുടയിൽ കുടയും, അപ്പോൾ വിഗ്രഹം നിലത്ത് വീണ് പൊട്ടും, അല്ലെങ്കിൽ ഈ കഴുത കാലുകൊണ്ട് യജമാനെ ഒരു തൊഴിതൊഴിക്കും. ഇങ്ങനെ കഴുതയിൽ ഇത് പ്രകടമായ മാറ്റം ഉണ്ടാക്കി. അങ്ങനെ പ്രകടമായ മാറ്റം കഴുതയിൽ ഉണ്ടാക്കിയപ്പോൾ കഴുത എന്തു ചെയ്തു? ഈ യജമാന് ദേഷ്യം വന്നു. കഴുത ഇങ്ങനെ പെരുമാറാൻ തുടങ്ങുമ്പോൾ യജമാന് ദേഷ്യം വരുമല്ലോ. യജമാന് ദേഷ്യം വന്ന് യജമാൻ എന്തു പറഞ്ഞു? നീ ഇനി വേണ്ട പണിക്ക്, നിനക്ക് നിൻ്റെ മേലെ ഇനി വിഗ്രഹങ്ങളും വയ്ക്കുന്നില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആ കഴുതയെ തല്ലി കാട്ടിലേക്ക് ഓടിച്ചു. ഈ കഴുതയെ പോലെയല്ലേ പലരും, അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മൾ ഓരോരുത്തരെ ബഹുമാനിക്കുമ്പോൾ, നമ്മൾ ഓച്ചാനിച്ച് നിൽക്കുമ്പോൾ, നമ്മളുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി പലയിടത്തും നമ്മൾ സർക്കാർ ഓഫീസായാലും ശരി, ഗവൺമെൻറ് എന്താ പറയുക, ആസ്പത്രികളായാലും ശരി, എവിടെയായാലും നമ്മൾ കയറി ഇറങ്ങുമ്പോൾ പലരെയും നമ്മൾ അവിടെ ബഹുമാനിക്കുന്നതും നമ്മൾ ഓച്ചാനിച്ച് നിൽക്കുന്നതും എന്തുകൊണ്ടാണ്? അവരിട്ടിരിക്കുന്ന യൂണിഫോമിൻ്റെ വിലയാണ്. അതല്ലെങ്കിലോ അവരിയ്ക്കുന്ന കസേലയുടെ വിലയാണ്. അല്ലാതെ നമ്മൾ ആ വ്യക്തിയെ അല്ല ആരാധിക്കുന്നത്. ആ വ്യക്തിയെ നമ്മൾ ആരാധിക്കുന്നില്ല. അവരിയ്ക്കുന്ന പൊസിഷനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവരിയ്ക്കുന്ന ആ ഒരു ചെയറിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ പലരും എന്താണ്? എന്നെയാണ് ബഹുമാനിക്കുന്നത്, ഞാനാണ് കേമൻ എന്ന് വിചാരിച്ച് പെരുമാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ കസേലയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ആ യൂണിഫോമിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ഒരു എന്താ പറയുക സ്ഥാനം, അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ പെരുമാറുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഇതുതന്നെയാണ് ഉണ്ടാവുക. എന്തുണ്ടാവും? നമ്മളുടെ ആ അധികാരം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമ്പോൾ നമ്മൾക്ക് ഖേദിക്കേണ്ടി വരും. കാരണം എന്താ? ആൾക്കാർ ഒരു വിലയും അപ്പോൾ നമുക്ക് തരില്ല. കാരണം നമ്മൾ അതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളെയാണ് അവർ ബഹുമാനിക്കുന്നതെന്ന്. അവർ ബഹുമാനിക്കുന്നത് നമ്മളെയല്ല, നമ്മൾ ഇരിക്കുന്ന പൊസിഷനെയാണ്. അപ്പോൾ ഇന്ന് ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.